യേശുക്രിസ്തുവിലൂടെ നമുക്കായി സ്വർഗം വെളിപ്പെടുത്തിയ ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കാത്തത് കൊണ്ടാണ് ഒരാൾ നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് വേദനയില്ലാത്ത. അതവനല്ലേ, പൊക്കോട്ടെ, അവന്റെ മോനല്ലേ, അത് അവളുടെ മോനല്ലേ, നമ്മുടെ മക്കളൊന്നും അല്ലല്ലോ, നമുക്കാർക്കൊന്നും പറ്റിയില്ലല്ലോ. നമ്മുടെ ചില പ്രാർത്ഥനകൾക്ക് പോലും ഉത്തരം കിട്ടാത്തത് വചനം പറയുന്നില്ലേ, നമ്മുടെ പ്രാർത്ഥനകൾ സ്വാർത്ഥമായി പോയത് കൊണ്ടല്ലേ. സ്വാർത്ഥതയില്ല. നമ്മൾ നോക്കിക്കേ, ഇവിടെ ചുറ്റുപാടും സഹിക്കുന്ന ജീവിതങ്ങളെ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാതിരിക്കാൻ എങ്ങനെ പറ്റും? നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റും? നമുക്ക് വേദനയില്ലെന്നോ, നമുക്ക് വിഷമമില്ലെന്നോ, നമുക്ക് പ്രശ്നമില്ലെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. നമുക്ക് നമ്മുടേതായ വേദനകൾ, നമുക്ക് നമ്മുടേതായ ബുദ്ധിമുട്ടുകളും സഹനങ്ങളും എല്ലാം ഉണ്ട്. എന്നാലും നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ നമ്മളെക്കാളും ഇരട്ടി വേദനയും സഹനവും ഭാരവും നഷ്ടങ്ങളും പരാജയങ്ങളും ജീവിത തകർച്ചയിൽ നിൽക്കുന്ന ഒരാളെ കാണുമ്പോൾ ദൈവമേ, ദൈവത്തെ അറിഞ്ഞിട്ട് നമുക്ക് ഇത്രയെങ്കിലും വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുന്നില്ലേ? ഒരു അല്പം പോലും വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റാത്ത ചിലരെ കാണുമ്പോൾ നമുക്കൊരു ഭാരമുണ്ടാകണം. ഈ ഉള്ളിലൊരു ഭാരമുണ്ടാകുമ്പോഴാണ് യഥാർത്ഥ സുവിശേഷ വേല ആരംഭിക്കുന്നത്. അല്ലാതെ ചെയ്യുന്ന ഒന്നും സുവിശേഷമല്ല.